ശ്ലോകം 3. മനസ്സിനെ ഭഗവാനിൽ കെട്ടിയിടണം. അതാണ് മനസ്സാണ് നമ്മളെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ആ മനസ്സിനെ ഭഗവാനിൽ കെട്ടിയിട്ടാൽ അധികം കർമ്മങ്ങളിലേക്ക് പോവില്ല. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷേ ഈ ലോകത്തിൽ വർത്തിക്കുന്ന ആ സമയത്ത് നമുക്ക് ഭയം ഉണ്ടാവണം. ഭീതിർനാമ ദ്വിതീയാൽ ഭവതി. ഭഗവൻ ഈ ലോകത്തിൽ വസിക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളിലും നമുക്ക് ഭയമുണ്ടാകുന്നു. അതെന്താണ്? അതിന് കാരണം മായയാണ് കാരണം. മനക്കൽപ്പിതം ചദ്വിതീയം. മനസ്സാണ് ഈ രണ്ടാമത്തെ വസ്തുവിനെ. വാസ്തവത്തിൽ ഇവിടെയുള്ള എന്താണ്? ഭഗവാൻ മാത്രം. അതാണ് ഉപനിഷത്ത് പറയുന്നത്. സർവം ഖലിദം ബ്രഹ്മ. ഇതം സർവം ബ്രഹ്മ ഖലു. ഇവിടെയുള്ളതെല്ലാം ബ്രഹ്മം മാത്രമാണ്. പക്ഷെ ഞാൻ 2 കാണുന്നുവല്ലോ. ദ്വിതീയാ. ആ 2 കാണുന്നതുകൊണ്ട് ഭയം വരുന്നു. എന്നെക്കാളും ശക്തനായ ഒരാൾ, എന്നെക്കാളും ധനിയനായ ഒരാൾ. അപ്പോൾ ആ 2 എവിടുന്നാണ് വന്നത്? അത് മനക്കൽപ്പിതം ചദ്വിതീയം. മനസ്സാണ് ആ വിധത്തിൽ ഉണ്ടാക്കുന്നത്. ഉപനിഷത്തിനെ നമ്മൾ ശ്രേഷ്ഠമായിട്ടുള്ളതായ ജ്ഞാനമായിട്ട് എടുക്കണം. ബ്രഹ്മം മാത്രമാണ് ഇവിടെയുള്ളത്. ബ്രഹ്മത്തിന് അന്യമായിട്ട് ഒന്നുമില്ല. ശങ്കരാചാര്യ സ്വാമികൾ ഈ സർവം ഖലിതം ബ്രഹ്മ എന്ന ഛാന്തോക്യ ഉപനിഷത്തിലെ ആ വാക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് സംശയം. എങ്ങനെയാണ് എല്ലാം ബ്രഹ്മമാണ്? നമ്മളുടെ ബ്രഹ്മത്തിന് രൂപമില്ലല്ലോ. വൃക്ഷമുണ്ട്, രൂപമുണ്ട്. മൃഗങ്ങളുണ്ട്, രൂപമുണ്ട്. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, രൂപമുണ്ട്. അതെങ്ങനെയാണ് എന്ന് സംശയം. വീണ്ടും പറഞ്ഞു, നേഹ നാനാസ്തി കിഞ്ചന. കുട്ടികളെ, ഇഹ നാനാ കിഞ്ചന നാസ്തി. നിങ്ങൾ കാണുന്ന ഈ പലത് അല്പം പോലുമില്ല. അപ്പോൾ അവർ തമ്മിൽ അന്യോന്യം നോക്കുകയാണ്. ഗുരുവിന് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഗുരു മനസ്സിലാക്കി. ഉണ്ണികളെ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ബ്രഹ്മം മാത്രമാണ് 3 കാലത്തുമുള്ളത്. സത്യം 3 കാലത്തുമുള്ളത്. ഏതൊരു ജഗത്ത് നിങ്ങൾ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കണോ അതില്ല എന്ന് പറയുന്നില്ല. അത് മിഥ്യ. അത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. ആരുണ്ടാക്കണോ? മായ. മായയിലുണ്ടാക്കി അത് കുറച്ചു കാലം നിന്ന് നശിക്കണു. വാസ്തവത്തിൽ ഇല്ലാത്തതാണത്. മനക്കൽപ്പിതം ചദ്വിതീയം. ആ മായ ഈ മനസ്സിനെ ആ വിധത്തിൽ ഉള്ള ചിന്തകളിലേക്ക് വിടുന്നു. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? തേന ഐക്യാഭ്യാസശീല. ഐക്യത്തിനെ അഭ്യസിക്കണം. എല്ലാം ഒന്നാണ്. അതാണ് ഐക്യം. പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ആ പരമാത്മാവ് വിവിധ നാമരൂപങ്ങളിലിരിക്കുന്നു. വിവിധ നാമരൂപങ്ങൾ ഉണ്ടാക്കുന്നത് മായ. അത് ഓരോ വസ്തു എടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയും ഇത് പുസ്തകമാണ് എന്ന് പറയും. അല്ല, ഇത് ഭഗവാൻ പുസ്തകത്തിൻ്റെ രൂപത്തിലിരിക്കുന്നു. ഇരിക്കുന്ന ഓരോരുത്തരും ആ ബ്രഹ്മം തന്നെ. ബ്രഹ്മത്തിൽ അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ബ്രഹ്മം മാത്രമാണുള്ളത് എന്ന ഐക്യത്തിനെ
നമ്മൾ വീണ്ടും വീണ്ടും അഭ്യസിക്കണം. വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും. ആ ചിന്ത നമ്മൾക്ക് നിർത്താൻ പറ്റില്ല. ഐക്യാഭ്യാസശീലക, ബുദ്ധിക്ക് ഉറപ്പ് കൊടുക്കണം. ബുദ്ധിയാ നിരുന്ധ്യം, ബുദ്ധി കൊണ്ട് നിരോധിച്ചു നിർത്തണം. ബുദ്ധി എങ്ങനെയുള്ളതായിരിക്കണം? വ്യവസായാത്മിക ബുദ്ധിയായിരിക്കണം. നിശ്ചയം വന്ന ബുദ്ധി. ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണു. ഭഗവാനിന് അന്യമായിട്ട് എന്തെല്ലാം ഇവിടെ കാണുന്നുണ്ടോ അതെല്ലാം ഭഗവാന്റെ ശക്തിയായ മായ ഉണ്ടാക്കിയതാണ് എന്ന് വീണ്ടും വീണ്ടും മനസ്സിനെ പഠിപ്പിക്കണം, ബുദ്ധിയെ പഠിപ്പിക്കണം. ആദ്യമൊന്നും അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. യഥാശക്തി ബുദ്ധിയാ നിരുന്ധ്യം, നമ്മുടെ ശക്തിക്കനുസരിച്ച്, ജ്ഞാനത്തിനനുസരിച്ച് ആ ബുദ്ധിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഐക്യം അഭ്യസിക്കണം. ഇവിടെ ഉള്ളത് ഒന്നു മാത്രമാണ്. ഒന്നിൽ നിന്ന് അന്യമായിട്ട് നമ്മൾ കാണുന്നതെല്ലാം മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ് എന്ന് ബുദ്ധിയെ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് വിഷയങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. പക്ഷെ എത്ര നമ്മൾ ശ്രമിച്ചാലും മായാവിധേതു തസ്മിൻ, മായ വന്ന് അതിനെല്ലാം പൊട്ടിക്കും. അതാണ് വേദനം ചെയ്യുക, അതാണ് മായാവിധേ, നശിപ്പിക്കും. എപ്പോഴാണ് മായ വീണ്ടും അതിനെ നശിപ്പിക്കുന്നത്? എന്തുകൊണ്ട് നശിപ്പിച്ചു? നമ്മുടെ ചിന്തയ്ക്ക് ഉറപ്പ് പോരാ. അതാണ്, എല്ലാം ഭഗവാനാണ് എന്നുള്ള ചിന്തയ്ക്ക് ഉറപ്പ് പോരാത്തതുകൊണ്ടാണ്. ആ ഉറപ്പ് വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് മായയാണ് ആവശ്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ മായയുടെ നാഥനെ ആശ്രയിക്കണം. അതാണ്, മായയുടെ നാഥന് മാത്രമേ അതിനെ പിടിച്ചു നിർത്താൻ പാടൂ. മായാധിനാഥം തം ത്വാം ഭക്തിയ, എപ്പോൾ മായ അതിനെ വേദനം ചെയ്യുന്നുവോ, അങ്ങനെ ആ ചിന്ത നഭാതി പ്രകാശിക്കാതിരിക്കുന്നുവോ, അപ്പോൾ മായാധിനാഥനായിരിക്കുന്ന ആ ഭഗവാനെ, ആരാണ്? അങ്ങ് തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ. ആ ഭഗവാനെ ഭക്തിയ മഹത്യ, ഭക്തിയ ശ്രേഷ്ഠമായ ഭക്തി കൊണ്ട് സതതം അനുഭജൻ, വീണ്ടും വീണ്ടും ഭജിച്ച് ഭീതിയും വിജഹ്യം, പലതുണ്ടെന്നുള്ളതായ ഭയത്തിനെ മാറ്റണം. പലതില്ല, എല്ലാം ഒന്നു മാത്രമാണ് എന്ന് നിരന്തരം ഉറപ്പിക്കണം. ചിന്മയാനന്ദ സ്വാമി ഗീതാജ്ഞാനയജ്ഞം എടുക്കുമ്പോൾ ഗുജറാത്തിൽ അവർക്ക് കുറച്ച് സ്വാമിയോട് അടുത്ത് താല്പര്യം ഉള്ളവരാണ്. അപ്പോൾ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, മായ എന്ന് പറയുന്നു, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ, എങ്ങനെയാണ് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മായയാണ് കാണിക്കുന്നത്, മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. രാവിലെ വീട്ടിൽ ആരാ വരുന്നത്? ചിലപ്പോൾ പാലുകാരൻ വരും, ചിലപ്പോൾ പേപ്പറുകാരൻ വരും. അവരെ ഒന്ന് അങ്ങോട്ട് ബ്രഹ്മാണെന്ന് പറഞ്ഞ് നമസ്കരിക്കൂ. അവരെ നമസ്കരിക്കേ. എല്ലാം ഒന്നാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല, അതനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതെപ്പോൾ കിട്ടും? ഭക്തിയ മഹത്യ, വലുതായ ഭക്തി കൊണ്ട് മാത്രമേ അത് കിട്ടൂ. നിരന്തര ഭക്തി കൊണ്ട്. അതാണ് ആദ്യത്തെ വരിയിൽ തന്നെ അത്, ത്വത്പദോപാസനം അഭയതമം. ആ ഭഗവത് പാദങ്ങളെ ഉപാസിക്കുന്നത് മാത്രമാണ് അഭയത്തെ, ഭയമില്ലാത്ത അവസ്ഥയെ,
ഭയമില്ലാത്ത അവസ്ഥ ഭഗവാനിലെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ അതിലെത്താൻ സാധിക്കുന്നത്. അപ്പോൾ മായാധിനാഥനെ ശരണം പ്രാപിക്കണം. സതതമനുഭജൻ, എപ്പോഴും ആ ഭഗവാനെ ഭജിക്കൂ. അങ്ങനെ മായ ഉണ്ടാക്കുന്നതായ ഭീതിം വിജഹ്യം, ആ ഭയത്തിനെ ഉപേക്ഷിക്കാൻ സാധിക്കും നമുക്ക്. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അർജുന, ഈ ഈശ്വരൻ എന്ന് പറയുന്ന ആൾ ആരാ? ഈശ്വരൻ ഈശ്വരനാണ്, ഭരിക്കുന്നതിൽ ശ്രേഷ്ഠൻ, അതാണ് ഈശ്വരൻ. ഈ ഈശ്വരൻ ഇവിടെ എന്തൊക്കെ ഉണ്ടായോ അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉള്ളിലുണ്ട്. മനുഷ്യരുടെ മാത്രമല്ല, മൃഗങ്ങളുടെ മാത്രമല്ല, സസ്യങ്ങളുടെ മാത്രമല്ല, എന്തൊക്കെ വസ്തുക്കൾ വഴിയുണ്ടോ അതിൻ്റെ എല്ലാം ഉള്ളിൽ ഈശ്വരനുണ്ട്. എന്നിട്ടോ എന്താ ചെയ്യണത്? അത് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. ഭ്രാമയൻ സർവഭൂതാനി, എങ്ങനെ ഭ്രമിപ്പിക്കുന്നു? യന്ത്രാരൂഢാനി, ഒരു യന്ത്രത്തിൽ ജയൻ്റ് വീലിൽ കയറ്റിയ പോലെയാണ് ഭ്രമിപ്പിക്കുന്നത്. എപ്രകാരം ജയൻ്റ് വീലിൽ കയറി ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് തലതിരിയുമോ, അതുപോലെ. ആരാ അത് ചെയ്യുന്നത്? മായയാ. അപ്പം ആ മായയെ മാറ്റി നിർത്തണം. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. എല്ലാ പ്രകാരത്തിലും അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. കായേന വാച മനസ്സ സർവഭാവേന. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തിം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പരമമായ ശാന്തി, സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം, ശാശ്വതമായ പദം, ആ വൈകുണ്ഠപദം, അവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഭഗവാന്റെ മായയാണ് ഈ കാണുന്നതായ നാനാത്വത്തിനെ സൃഷ്ടിക്കുന്നത്. ആ നാനാത്വം വെറും ഭ്രമം മാത്രമാണ്, മായയുണ്ടാക്കുന്ന ഭ്രമമാണ്. അതിൽ ഭ്രമിക്കാതെ കണ്ടിരിക്കാൻ നിരന്തരം ഭഗവാനെ ഭജിക്കൂ. ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് നിരന്തരം ചിന്തിക്കൂ. ഐക്യാഭ്യാസശീല, ഐക്യം വീണ്ടും 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 പറയണം. എത്ര പറഞ്ഞാലും ഇതാവില്ല. പാൽക്കാരനല്ല, പേപ്പറുകാരനല്ല, ഏതൊരുത്തനും ആ ബ്രഹ്മം തന്നെയാണ്. അതാണ് ചിന്മയാനന്ദ സ്വാമി അവർക്ക് കാണിച്ചു കൊടുത്തത്. അവരൊക്കെ ബ്രാഹ്മണരാണ്, ഗുജറാത്തിൽ നിന്ന് വരുന്ന. ഉള്ളത് ഭഗവാൻ മാത്രം. ഭഗവാനിന് അന്യമായിട്ട് എന്തെല്ലാം കാണുന്നുവോ അത് മായയാണെന്ന് മനസ്സിലാക്കി ആ മായയെ മാറ്റി നിർത്താൻ ഭഗവാനെ തന്നെ സതതമനുഭജൻ. ഒരു നിമിഷം വിടാൻ പാടില്ല, ഒരു നിമിഷം വിടാൻ പാടില്ല. നിരന്തരം. അന്തരം കണ്ടുവോ? നിരന്തരം. അല്പം പോലും വിടവില്ലാതെ, ഒരു നിമിഷം പോലും കളയാതെ കണ്ട് ഭഗവാൻ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അങ്ങനെ ഈ മായയെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം.